നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. കീം നീറ്റ് ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് ആണ് നീറ്റ്. ഓൾ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആണ് കീം. ഒരു മാസ്റ്റർ സ്റ്റഡി ടൈം ടേബിൾ, ഒരു മാസ്റ്റർ സ്ട്രോക്ക് വേണം. കാരണം നമുക്ക് ഗംഭീരമായ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്ന കുട്ടികളാണ്. അത് എൻട്രൻസിനാണെങ്കിലും +1 +2 ആണെങ്കിലും ഒരു ടൈം ടേബിൾ വേണം. പക്ക ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ആ ടൈം ടേബിൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പം +2 കുട്ടികൾ കണ്ടവർക്കറിയാം. സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ സ്റ്റഡി ടൈം ടേബിൾ. അതിന് കൃത്യമായി അവർക്ക് അതിനനുസരിച്ച് പഠിച്ചു തീർക്കാനും ടെൻഷൻ ഇല്ലാതാക്കാനും അതൊക്കെയാണ് വളരെ ഇത്. പ്രത്യേകിച്ചും കോമ്പറ്റേറ്റീവ് എക്സാംസ് വരുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ പബ്ലിക് എക്സാംസ് എല്ലാം കഴിഞ്ഞ ശേഷം എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നീറ്റും കീമും NDA ഒക്കെ വരുമ്പം ഒരു പക്ക സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ഏത് കുട്ടിക്കും ഞാൻ പറയുന്നത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിനെ പല രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യും, പത്രങ്ങളുടെ ഫ്രണ്ടിൽ പരസ്യം, അതൊന്നും നമുക്കില്ല. ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മൾ കൊടുക്കുക. കുട്ടികൾ നല്ല മാർക്ക് മേടിക്കുക. ചിലപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്നില്ലെങ്കിലും അവർക്ക് മെറിറ്റിൽ ഗംഭീര മാർക്കോട് ഇഷ്ടംപോലെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല ഗംഭീര ക്ലാസ്സുകൾ കൊടുക്കുക. എങ്ങനെയാണ് ഗംഭീര ക്ലാസ് കൊടുക്കുന്നത്? നല്ല ഗംഭീരമായ അധ്യാപകർ ക്ലാസ്, നല്ല മനസ്സിലാകുന്ന ക്ലാസ്സുകൾ കൊടുക്കുക. മനസ്സിലാകാത്ത ക്ലാസ്സുകൾ കൊടുത്തിട്ട് കാര്യമില്ല. നല്ലപോലെ മനസ്സിലാകുന്ന ക്ലാസ്സുകൾ കൊടുക്കുക. നല്ല ടോപ്പ് PDF മെറ്റീരിയൽസ് കൊടുക്കുക. ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഇവിടെയൊക്കെയാണ് നമ്മൾ, ഞാനും പലയിടത്തും കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും എൻട്രൻസ് ആണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓൺലൈനിലാണെങ്കിലും എല്ലാം കൊടുക്കുന്ന ഒരു മെയിൻ ആ എക്സ്പീരിയൻസ് എല്ലാം വെച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുക. ഇപ്പം നീറ്റ് എല്ലാവരും ആദ്യം ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ്. നീറ്റ് എന്ന് പറയുന്നത് നമുക്ക് PCB ആണ്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ്. ബോട്ടണി സുവോളജി നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു 10% ക്വസ്റ്റ്യൻസ് ഒക്കെ കാണത്തുള്ളൂ. പക്ഷേ മാക്സിമം നമ്പർ 1000-1500 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് പക്കയാണെങ്കിൽ വെയിറ്റേജ് കൂടുതലതാണ്, നല്ല ശതമാനം മാർക്കും കിട്ടും. പിന്നെ ഈ 2 PCM ആണ് കീം, അല്ലെങ്കിൽ JU എല്ലാം. അതിനകത്ത് നമ്മുടെ ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക് ഏതാ? ഫിസിക്സ് ആണ്. ഫിസിക്സിനകത്ത് ന്യൂമറിക്കൽസ് പടക്കനാണ്. അതും ഞാനൊക്കെ വളരെ സിമ്പിളായിട്ടാണ്, ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമായിട്ട് പറയുന്നതല്ല, വളരെ സിമ്പിളായിട്ടാണ് ആ ന്യൂമറിക്കൽസ് ചെയ്യിപ്പിക്കുന്നത്. കാരണം ഏറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ വെച്ച് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യിപ്പിക്കും. അന്നേരം കെമിസ്ട്രി ആണെങ്കിലും ഇപ്പോൾ രാഹുൽ സാറാണ് നമ്മുടെ ക്ലാസ് എടുക്കുന്നത്. അന്നേരം എല്ലാവരും നമുക്ക് മനസ്സിലാകും. ശരത് സാറാണ് മാത്സ് എടുക്കുന്നത്. അന്നേരം അങ്ങനെ എല്ലാവരും ഗംഭീരമായ ഫാക്കൽറ്റീസ്, നല്ല ക്ലാസ്സുകൾ, ഇതെല്ലാം ഉണ്ടെങ്കിൽ നല്ല ടൈം ടേബിളൂടെ ആയ ഓക്കെയാണ്. ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചേരാൻ താല്പര്യമുള്ളവരെല്ലാം നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും നീറ്റ് പ്ലസ് സ്കീം, ഒരിക്കലും നീറ്റ് പ്ലസ് സ്കീം എന്ന് പറയുന്നത് നീറ്റ് പ്ലസ് സ്കീമിന് 3000 രൂപയ്ക്ക് ഒരാളും എനിക്ക് തോന്നുന്നില്ല കേരളത്തിലല്ല ഒരിടത്തും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും പ്രൊവൈഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ നീറ്റ് വയ്ക്കുമ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പോലും 2500 രൂപയുള്ളൂ ഈ PDF മെറ്റീരിയൽസ് ഉൾപ്പെടെ. നമ്മളൊരു ബുക്ക് മേടിക്കണം, ഞാൻ പലപ്പോഴും ഒരു ബുക്ക് മേടിക്കണമെങ്കിലാകും നല്ല സാമൂഹ്യം, നല്ലൊരു സ്റ്റാൻഡേർഡ് ബുക്ക് മേടിക്കണമെങ്കിൽ. ചുമ്മാ ലുട്ടിലുടുക്ക് ബുക്ക് മേടിക്കണമെങ്കിൽ നമുക്ക് വലിയ പൈസ ആകത്തില്ല. സ്റ്റാൻഡേർഡ് ബുക്ക് മേടിക്കണമെങ്കിൽ നല്ല റേറ്റ് ആകും. അന്നേരം ഞാൻ പറഞ്ഞു വന്നത് ഒരു പ്രോപ്പർ സ്റ്റഡി ടൈം ടേബിൾ. ഇത് 2 കീം എഴുതുന്ന മാത്രം കുട്ടികളുണ്ട്, നീറ്റ് എഴുതുന്ന മാത്രം കുട്ടികളുണ്ട്, അതിനെ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, 2ഉം എഴുതുന്ന കുട്ടികളുണ്ട്. 2 നമുക്ക് നോക്കാം. പിന്നെ ഇച്ചിരി ഒന്ന് കഷ്ടപ്പെടാൻ നമ്മൾ റെഡി ആയിരിക്കണം. ഇപ്പം നമ്മുടെ സ്റ്റഡി ടൈം ടേബിളിൽ നിങ്ങൾ നോക്കിക്കോ, ഇത് കീമിനുള്ളതാണ്. കീമിന് നമുക്കറിയാം PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ്. അവിടെ കൃത്യമായി നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്യുക. വളരെ സിമ്പിൾ സ്റ്റഡി ടൈം ടേബിൾ. 5 മണിക്കൂർ മാത്സ്, 3 മണിക്കൂർ ഫിസിക്സ്, കാരണം ന്യൂമറിക്കൽസ് എല്ലാം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. 2 മണിക്കൂർ കെമിസ്ട്രി റിവിഷൻ എല്ലാ ദിവസവും 2 മണിക്കൂർ. നിങ്ങൾ നമ്പർ ഓഫ് ഡേയ്സ് 12 മണിക്കൂർ ഡെയിലി. അത് നിങ്ങൾക്ക് ലാസ്റ്റ് നിമിഷമൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ 14-15 മണിക്കൂറോ ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം, കുഴപ്പമില്ല. 12 മണിക്കൂർ ഡെയിലി പഠിച്ചു പോയാൽ ഈസിയാണ്. പക്ഷേ ഈ 12 മണിക്കൂർ നിങ്ങൾ ഡെയിലി പഠിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് റാങ്ക് കിട്ടണം, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലെത്തണമെങ്കിൽ നമ്മൾ 12 മണിക്കൂറെങ്കിലും മിനിമം കഷ്ടപ്പെടണം. 16 മണിക്കൂർ വരെ കഷ്ടപ്പെടണമെങ്കിൽ ഓക്കെ, പക്ഷേ 12 മണിക്കൂർ കഷ്ടപ്പെടും. നമ്മൾ 24 മണിക്കൂറിൽ പകുതി സമയമാണ് ഞാൻ ചോദിക്കുന്നത്. പകുതി സമയം നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ കിട്ടൂടെ, ഉറപ്പാണ്. അതിന് നിങ്ങൾക്ക് മനസ്സുണ്ടായാൽ മതി. അത് വർക്കൗട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ അത് വർക്കൗട്ട് ചെയ്ത് എടുപ്പിക്കും, ഉറപ്പാണ്. നിങ്ങളുടെ ഇന്ന് മാക്സിമം ഔട്ട്പുട്ട് നമ്മൾ എടുക്കും. ഇനി നീറ്റ് ആകുമ്പോഴും ബയോളജിക്ക് നമ്മൾ 5 മണിക്കൂർ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 6 മണിക്കൂറാക്കാം. ബോട്ടണി സുവോളജി 6 മണിക്കൂറാക്കാം. ഫിസിക്സ് 3 മണിക്കൂർ, കെമിസ്ട്രി 2 മണിക്കൂർ, റിവിഷൻ 2 മണിക്കൂർ. അപ്പം ബയോളജി നമ്മൾ എടുക്കുന്ന വിജയകുമാർ സാറാണ്. അദ്ദേഹം ഡോക്ടറേറ്റ് കിട്ടിയ PhD ഉള്ള നല്ല ഗംഭീരമായിട്ടുള്ള ക്ലാസ്സാണ്. എന്ന് പറഞ്ഞാൽ
ബേസ് മുതൽ ഗംഭീരമായിട്ട് പഠിപ്പിച്ചില്ല. ഇതിൻ്റെ എല്ലാം ബേസും കൺസെപ്റ്റും എല്ലാം ക്ലിയർ ചെയ്തിട്ടേ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ജയിപ്പിക്കത്തുള്ളൂ. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതും നീറ്റിനും 12 മണിക്കൂറാണ്. ഇനി നമ്മൾ ഒരു ദിവസം എങ്ങനെയാണോ അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ദിവസം നമ്മൾ എത്ര മണിക്ക് എഴുന്നേക്കണം, ഇതിനു വേണ്ടി നമ്മൾ ഇച്ചിരി കഷ്ടപ്പെടണം. കാരണം കഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുന്നത് ഒരു സുഖമില്ല. കഷ്ടപ്പെടണം. അന്നേരം 5 മണിക്ക് എഴുന്നേൽക്കുക. അത് നിങ്ങൾ 8 മണിക്ക് എഴുന്നേൽക്കുന്നതെങ്കിൽ നിങ്ങൾ രാത്രി അതുപോലെ ഇരിക്കാൻ തയ്യാറായിരിക്കണം. അത് നിങ്ങൾ ആലോചിച്ചാൽ അത് നിങ്ങൾക്ക് അനുസരിച്ച് മാറ്റാം. 5:15 മുതൽ 6 വരെയും 6:45 മുതൽ 8 മണി വരെയും 3 hours. ഈ 3 മണിക്കൂറിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ഇതിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, നീറ്റ്, മറ്റേ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. കെമിസ്ട്രി എടുക്കുക ആദ്യം 3 മണിക്കൂർ. കൂടുതൽ നമുക്ക് എഴുതി പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ന്യൂമറിക്കൽസ് ഒന്നും ഇല്ലാത്ത വലിയ പ്രശ്നമില്ലാത്ത ന്യൂമറിക്കൽസ് ഉണ്ട്. എന്നാലും വലിയ നമ്മളെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നും അധികമില്ല, മോശമെന്ന് പറയുമല്ല. ഈ 3 വിഷയങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഓക്കെ ആണ്. അതാദ്യം കെമിസ്ട്രി എടുക്കുക. 8:15 മുതൽ 9:15 വരെ ഈ ഒരു 3 മണിക്കൂർ നിങ്ങൾക്ക് വളരെ വളരെ ക്രൂഷ്യലാണ്. രാവിലെയാണ്. 9:15 മുതൽ 9:45 വരെ നല്ലപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. 10 മണി മുതൽ 12 മണി വരെയും 12:15 മുതൽ 1:15 വരെയും 3 hours. അത് നിങ്ങൾ ഫിസിക്സിന് വേണ്ടി ഉപയോഗിക്കുക. കാരണം ഇപ്പോഴൊക്കെ ചൂടുമാണ്. 10 മണി മുതൽ ഒരു 1:15 വരെ നമ്മൾ ന്യൂമറിക്കൽസൊക്കെ ചെയ്ത്, കൂടുതൽ ന്യൂമറിക്കൽസാണ്, 99% ന്യൂമറിക്കൽസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് അത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. ഞാനൊക്കെ ഇപ്പോൾ ഫിസിക്സിന് 1000 കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും, കെമിസ്ട്രി 1000 കൂടുതൽ. ഇപ്പം നിങ്ങൾക്ക് ഫിസിക്സ് മാത്രം എൻട്രൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും എൻട്രൻസ് ചെയ്യാം കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. ഇനി ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം 1000 കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചാൽ തന്നെ എൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ഒരു 10,000, 4000 ക്വസ്റ്റ്യൻസിനടുത്ത് വരും. ഉറപ്പായിട്ടും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 1:15 മുതൽ 3 മണി വരെ ലഞ്ച് ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഉച്ചക്കത്തെ ആഹാരവും റെസ്റ്റുമാണ് കേട്ടോ. മൊബൈൽ യൂസ് ചെയ്യാതെ പരമാവധി നോക്കുക. പാട്ടൊക്കെ കേൾക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. പിന്നെ അങ്ങ് സിനിമ കണ്ട് അങ്ങ് പോകരുത്. 3:15 മുതൽ 5:15 വരെയും 5:15 മുതൽ 6:30 വരെയും ഈ 3:15 മുതൽ 5:15 വരെ നിങ്ങൾ മാത്സ്, മറ്റേ PCM ആണെങ്കിൽ മാത്സ് എടുക്കുക, കീം ആണെങ്കിൽ PCB ആണെങ്കിൽ ബോട്ടണി, സുവോളജി എടുത്തു തുടങ്ങാം. 5:15 മുതൽ 6:30 വരെ പ്രെയർ പ്ലസ് ബ്രേക്ക്. പ്രെയർ എന്തായാലും ഒരു 10 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ അതിന് വേണ്ടി മാറ്റണം കേട്ടോ. 7 മണി മുതൽ 9 മണി വരെ 2 hours കിട്ടും. 9 മണി മുതൽ 9:30 വരെ ഡിന്നറാണ്. 9:30 മുതൽ 11:30 വരെ റിവിഷനാണ്. എന്നിട്ട് ഈ അവേഴ്സ് എല്ലാം നിങ്ങൾ മാക്സിമം നിങ്ങൾ എടുക്കേണ്ടത് മാത്സിനും അല്ലെങ്കിൽ ബോട്ടണിക്കും സുവോളജിക്കും എല്ലാം വേണ്ടിയാണ്. 2 മണിക്കൂർ റിവിഷൻ ചെയ്യാം. അത് നമ്മൾ അന്ന് പഠിച്ച കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ തോന്നുന്ന കാര്യങ്ങളെല്ലാം വീണ്ടും റിവൈസ് ചെയ്യുക. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് എല്ലാ റാങ്കിൽ നേടുന്നവർക്കും, ടോപ്പ് റാങ്കിൽ നേടുന്നവർ അവരുടെ തന്ത്രങ്ങളൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം രഹസ്യമാണ്. ഈ തന്ത്രങ്ങളും മന്ത്രങ്ങളും എല്ലാം പബ്ലിക് ആകുമ്പോഴാണ് അത് പഠിച്ച് നന്നായിട്ട് പോകുന്ന കുട്ടികളാണ് എവിടെയും ഏത് രീതിയിലും നമുക്ക് ഈസി ആയിട്ട് ആർക്കും പറ്റുമേ. അത് അയ്യോ എന്നെ കൊണ്ട് നീറ്റിന് കിട്ടുമോ, അയ്യോ എന്നെ കൊണ്ട് കീമിന് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന, അല്ലെങ്കിൽ അയ്യോ നിന്നെ കൊണ്ട് നീറ്റൊന്നും എഴുതാൻ പറ്റത്തില്ല, നിന്നെ കൊണ്ട് കീമൊന്നും ഒരിക്കലും കഴിക്കാൻ പറ്റും, പോയി വേറെ പണി നോക്കട്ടെ എന്ന് പറഞ്ഞ ടീച്ചർമാരും നമ്മുടെ രക്ഷാകർത്താക്കൾ അച്ഛനും അമ്മയും വരെ നമ്മളോട് പറയുന്നിടത്ത് നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് പഠിച്ചു പോയി ഈ രീതിയിലൊന്ന് ക്രാക്ക് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പൈസ നഷ്ടമില്ല. 2,500 രൂപ അല്ലെങ്കിൽ 3,000 രൂപ എന്ന് പറയുന്നത് നീറ്റും കീമിനും, അല്ലെങ്കിൽ 2,500 രൂപ NDAക്കോ അതൊന്നും ഒരു വലിയ നഷ്ടമൊന്നുമല്ല. നമ്മൾ എത്രയോ രൂപ നമ്മൾ അല്ലാതെ പല രീതിയിലായിട്ട് നമ്മൾ കളയും. ഒരു 5 ഷവർമ അല്ലെങ്കിൽ 3 ഷവർമ കഴിച്ചാൽ, ഒരു കുഴിമന്തി കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അറബി ഫുഡൊക്കെ പിള്ളേർക്ക് ഇഷ്ടമാണ്, കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പൈസ എല്ലാം പോകും. അന്നേരം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളാണ് കീമും നീറ്റും എങ്കിൽ നിങ്ങൾക്ക് ആ ലക്ഷ്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ 12 മണിക്കൂറുകൾ വെച്ച് നിങ്ങൾ പഠിക്കുകയും അത് ക്രാക്ക് ചെയ്യാൻ ഒരു ടെൻഷനും ഇല്ലാതെ പറ്റുകയും നിങ്ങൾക്ക് ഓൺലൈനിൽ ചേരണമെന്ന് താല്പര്യമുള്ളവർക്ക് 100% നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സാപ്പ് നമ്പറും കീം പ്ലസ് നീറ്റാണെങ്കിൽ കീം പ്ലസ് നീറ്റ് നിങ്ങൾ കൊടുക്കുക. ഇന്ത്യക്ക് നമുക്ക് സ്പെഷ്യൽ കോച്ചിങ് ഉണ്ട്. അന്നേരം കൃത്യമായിട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ വലിയ ബഹളങ്ങളൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും അതിനകത്തുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അധ്യാപകരുടെ നല്ല ഗംഭീരമായ ക്ലാസ്സുകളൊക്കെ കേട്ടാം. അന്നേരം ഒരു ടെൻഷൻ വേണ്ട. ഈ ടൈം ടേബിൾ ഒന്ന് ഫോളോ ചെയ്യുക. നാളെ പോലും നോക്കുക. പരീക്ഷ തീരുന്നവരെ അതൊരു ചലഞ്ചായിട്ട് അങ്ങ് എടുക്കുക. ഈ ചലഞ്ച് ഏറ്റെടുത്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു, ക്രാക്ക് ചെയ്തിരിക്കും, മസ്റ്റ് ഉറപ്പിക്കാം. അന്നേരം കീമും നീറ്റും തുടങ്ങാത്തവർ അടിപൊളിയായിട്ട് തുടങ്ങുക. നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്ന് മനസ്സുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടും ഉറപ്പിക്കുക. അന്നേരം നന്നായിട്ട് പഠിക്കട്ടെ, നന്നായിട്ട് മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.